നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്ന ദിവസം. ഇതിപ്പോൾ എണീറ്റു ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഓൾറെഡി കറി ഉണ്ടായിരുന്നു, അത് പിന്നെ ചോറും തിളപ്പിച്ച് വറുത്തു. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങുള്ളൂ. ഓൾറെഡി പാരൻസ് എല്ലാവരും കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇവിടെ നിന്നാണ് കണക്റ്റഡ് ഫ്ലൈറ്റ്, ഹൈദരാബാദിൽ നിന്നാണ്. അപ്പോൾ അവർ ഇനി ഹൈദരാബാദ് വന്ന് അവർക്ക് ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ജയ്പൂരിൽ അവർ ആദ്യം എത്തും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ എത്തുന്നുണ്ടാവാം. അപ്പം വഴിയേ കാണാം. ഇപ്പോഴത്തെ എണ്ണയുടെ അവസ്ഥ ഇതിങ്ങനെ ഇട്ട് ഉരുക്കിയിട്ട് വേണം ദച്ചുവിന് തേച്ചു കൊടുക്കാൻ. പക്ഷെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ വേറെ നിവർത്തിയില്ല. ദച്ചു എക്സസൈസ് ചെയ്യാണോ? ചെയ്യ്. 10 വരെ അടിക്കാറുണ്ടല്ലോ ദച്ചു. ചെയ്തേ. പിടിക്ക്. ഏടാ എന്തുവാടാ? പിടിക്കടാ. തിരിഞ്ഞു നോക്കി അടിക്കേ. ആ ചെയ്തോ. ഇനി പുള്ളപ്പടിച്ച് അച്ഛ പൊക്കിത്തരാം. അടിച്ചോ. 1 എക്സസൈസ് ടൈം. ഇപ്പം ഞങ്ങൾ ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ലഞ്ച് കഴിക്കുക. അത് കഴിഞ്ഞ് ഇച്ചിരി റെസ്റ്റ് എടുക്കുക. അപ്പോഴേക്ക് സമയമാകും മോസ്റ്റ്ലി. ഇവിടെ ഫുള്ള് ബാഗെല്ലാം പാക്ക്ഡാണ്. ഗോകുവിൻ്റെ ഹാൻഡ് ബാഗും പിന്നെ ഒരു ചെക്കിൻ ബാഗ്. ഇതും ഞങ്ങൾ ചെക്കിൻ തന്നെയാണ് വിടാൻ പോകുന്നത്. ക്യാരി ബാഗായിട്ട് യൂസ് ചെയ്യാം ആക്ച്വലി. ഇതിനകത്താണ് ദച്ചുവിൻ്റെ എല്ലാം ഇരിക്കുന്നത്. ഇങ്ങനെ 3 ബാഗുകളുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഫുള്ള് റെഡിയായി. ഗോകും കൂടി റെഡി ആവാനേ ഉള്ളൂ. പക്ഷേ കുറച്ച് സമയം കൂടി ഉണ്ട് ഇനിയും ക്യാബ് വരാൻ വേണ്ടിയിട്ട്. 30 മിനിറ്റ്സും കൂടി ഉണ്ട്. നേരത്തെ റെഡിയായി സെറ്റായി നിൽക്കുവാണ്. ദച്ചുട്ടി എങ്ങോട്ടാ പോണേ? അച്ചമ്മയത്താണോ പോണേ? അച്ചമ്മ എവിടെയുള്ള? പാലക്കാടാ? അല്ല, വീട്ടിലും അല്ല, രാജസ്ഥാൻ. ജയ്പൂർ എന്ന് പറഞ്ഞ്. ജയ്പൂരായുള്ള അച്ചമ്മ. ഇപ്പം എത്തിയിട്ടില്ല അച്ചമ്മ, എത്തും അല്ലേ? എന്തിലാ പോണേ നമ്മള്? കൊക്കച്ച് മേടിക്കാൻ പോണതെന്നല്ല, എന്തിലാ പോണേന്ന്. കൊക്കച്ച് കഴിക്കാനാ പോണേ. ഓക്കെ, എന്തില് പോവും? ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളിപ്പം എയർപോർട്ടിൽ നിൽക്കുവാണ്. ഇവിടെ ആക്ച്വലി ഞങ്ങൾ ലോഞ്ചിലൊക്കെ ഒന്ന് കയറി ഫുഡ് കഴിച്ചായിരുന്നു. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ദച്ചു ഭയങ്കര അവളൊന്നും കഴിച്ചില്ല. ഞാനാകെ ഇച്ചിരി കഴിച്ചുള്ളൂ. അതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പം അതേ ഞങ്ങൾ ഗേറ്റിൽ വന്ന് നിൽക്കുവാണ്. ബോർഡിങ് തുടങ്ങി. അപ്പം അതിന് വെയിറ്റ് ചെയ്യുവാണ്. ഇന്ന് ഓൾറെഡി എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഡിസംബർ ആയതുകൊണ്ടാണ് തോന്നുന്നു ഫുള്ള് തിരക്കാണ്. ആ കാണുന്ന ക്യൂ ആണ് ഞങ്ങളുടെ ബോർഡിങ് ക്യൂ. പക്ഷെ ഗോകുവിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഗോകു വാഷ്റൂം വരെ പോയേക്കും. അതുവരെ വന്നിട്ടില്ല. വന്നിട്ട് വേണം കയറാൻ. നിൽക്ക് പറ്റുന്നു. ലോഞ്ചിൽ അസസ്സൊക്കെ കിട്ടിയെങ്കിലും ഒന്നും ഒരു തൃപ്തിയായിട്ട് കഴിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഗോകു വിളിച്ചിട്ട് വേഗം ഇറങ്ങി വാ, ടൈമായി എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സങ്കടമുണ്ട് എനിക്ക്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാടൊന്നും കഴിക്കില്ല. എന്നാലും കഴിച്ചത് മൊത്തം പെർഫെക്റ്റായിട്ട് കഴിച്ചിട്ടുമില്ല. കേക്കണ കേട്ടാ
എങ്ങോട്ടാ പോണേ? അച്ഛമ്മ എവിടെയാ? പാലക്കാട്. ജയ്പൂരാടാ, പാലക്കാടല്ല. വെൽക്കം ടു പിങ്ക് സിറ്റി ജയ്പൂർ. അപ്പം ഞങ്ങളിതേ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല വൃത്തിയുള്ള നല്ല ഡീസൻറ്റ് റൂം. ഇപ്പോൾ സമയം 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. മോസ്റ്റ്ലി ഞാൻ നോക്കിയില്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ തൊട്ട് ഫുള്ള് ജയ്പൂർ കറക്കമായിരിക്കും. എല്ലാം ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.